വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയോട് വീട്ടിൽ വരാം എന്ന് പറഞ്ഞിട്ട് രേഷ്മയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. ശാരദാമ്മ വീട്ടിലേക്ക് വരാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഹോസ്പിറ്റലിൽ ശിവനാണെങ്കിൽ അകത്ത് ഡോക്ടർ അരുണിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഡോക്ടർ വരുന്നുമുണ്ട്. എന്നിട്ട് അവർ സ്വയം പരിചയപ്പെടുന്നുണ്ട്. ഞാൻ ശിവൻ ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞിട്ട്. അന്നേരം പ്രകാശിനെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുമ്പോൾ പിന്നെ 2 ദിവസമായിട്ട് നമ്മൾ താമസിക്കുന്നിടത്തോട്ട് വരാറുമില്ല. അവനവൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിരുന്നു. ചേച്ചിയുടെ അടുത്ത് പോകുന്നെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ അന്വേഷിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ശിവൻ ഇടന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ അരുണാണെങ്കിൽ റിസപ്ഷനിസ്റ്റോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അന്നേരം ഒന്നുമില്ല എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ അരുൺ ഡോക്ടറാണെങ്കിൽ എന്തോ സംശയിച്ചെന്ന പോലെ നിൽക്കുന്നുണ്ട്. അതേസമയം വീണ്ടും ആ ഒരു കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സീനുമൊക്കെ ഇങ്ങനെ മിന്നി മറഞ്ഞ് കാണിക്കുന്നുണ്ട്. തുടർന്ന് ശിവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ സത്യഭാമ പിള്ളയെ കൊണ്ട് ശിവനെ ഫോൺ വിളിപ്പിക്കുന്നുണ്ട്. അന്നേരം പറ പിള്ളച്ചേട്ടാന്നും പറഞ്ഞ് ശിവൻ ഫോൺ എടുക്കുകയാണ്. അന്നേരം ഒന്ന് ഇവിടം വരെ വരണമായിരുന്നു, സത്യഭാമ അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞാൻ വരില്ല പിള്ളച്ചേട്ടാ, വെറുതെ എന്തിനാണ്, എന്നെ അവിടെ ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ശാലിനിക്ക്. പിന്നെ അവിടെ ആകെ ഇഷ്ടം കാണിക്കുന്നത് അച്ഛനും പിന്നെ കുട്ടികളുമാണ്. അച്ഛനാണെങ്കിൽ സ്വഭാവത്തോടെ അല്ലതാനും. പിന്നെ ഞാൻ അവിടെ വന്ന് വെറുതെ പരിഹാസ കഥാപാത്രമാവുന്നത് എന്തിനാണ്, നിങ്ങൾ വേറെ ഡ്രൈവർ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. പിള്ള പിന്നെ ഹലോ ഹലോ എന്നാക്കുന്നെങ്കിലും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട് അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ വേറെ ഡ്രൈവറെ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരില്ല, വെറുതെ പരിഹാസപാത്രമായിട്ട് നിൽക്കുന്ന എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം അവിടെ രാഘവൻ നായർ ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എടോ പിള്ളേ അവൻ അവൻ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ വിഷ്ണു കുഞ്ഞ് വരും എന്നിങ്ങനെ പെട്ടെന്ന് പിള്ള പറയുന്നുണ്ട്. അതേസമയം സത്യഭാമ ആകെയും വിഷമിക്കുകയാണ് രാഘവൻ നായരുടെ മട്ടവും ഭാവവും കണ്ടിട്ട്. അവൻ വരട്ടെ, വന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് അനങ്ങത്തുള്ളൂ, എപ്പോഴെങ്കിലും വരുമല്ലോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ച് സത്യഭാമ ഇരിക്കുകയാണ്. അതിനുശേഷം അവിടെ സുസ്മിതയാണെങ്കിൽ ആശ്രമത്തിലെ സ്വാമി പൂർണ്ണസ്വരൂപാനന്ദരുടെ അടുത്തേക്ക് ഈ ആൻ്റണിയും ഡേവിസിനെയും കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരുടെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 ചെറുപ്പക്കാരാണ് ഇവർ, അതുകൊണ്ടാണ് സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ സ്വയം ഡേവിസ് ആൻ്റണി എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇരിക്കുകയാണ് തറയിലേക്ക് തന്നെ സ്വാമിയും സുസ്മിതയും രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ പേരുകൾ നമ്മളല്ല മറ്റുള്ളവരാണ് പറഞ്ഞ് അറിയിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കുറേയൊക്കെ സ്വാമി സംസാരിക്കുന്നുണ്ട്. സ്വയം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരം ബാക്കി സുസ്മിത പറയുന്നുണ്ട് ഇവരുടെ സഹോദരിയുടെ പേരിൽ ഒരു ആതുരാലയം ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ നിലനിർത്തിക്കൊണ്ട് തികച്ചും സൗജന്യമായിട്ടൊരു മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ ഡേവിസ് പറയുന്നുണ്ട് ഒരു സുഹൃത്തിൻ്റെ അച്ഛനെ കാണാനായിട്ട് RCC പോയപ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ടത്. അപ്പോൾ തോന്നിയ ഒരു ആശയമാണ്, എത്രയും വേഗം ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് നല്ലതായിക്കോട്ടെ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നന്മ ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന 2 ചെറുപ്പക്കാരായതുകൊണ്ടാണ് നിങ്ങളെ കാണാനായിട്ട് അനുവാദം തന്നത്. മറിച്ച് ഇതിൻ്റെ മറവിലൊക്കെ സ്വന്തമായിട്ട് പണം നിർമ്മിക്കുന്നവർ സമ്പാദിക്കുന്നവരും ഉണ്ട്, നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്നല്ല പറഞ്ഞത് എന്നിങ്ങനെ സ്വാമി സംസാരിക്കുന്നുണ്ട്. അന്നേരം അതിന് വേണ്ടിയിട്ട് സർക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ മിനിസ്റ്റർ ഭൂമിയൊക്കെ തരാമെന്ന് പറഞ്ഞു ചെറുവള്ളിപ്പാടം. പക്ഷേ കളക്ടർ അങ്ങോട്ട് അനുമതി തരുന്നില്ല. സ്വാമിയുടെ കൂടെയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറും, കേന്ദ്രമന്ത്രിമാരോ ആരെങ്കിലും ഇടപെട്ടാൽ ഇത് മാറാവുന്നതേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ജനങ്ങളെ സേവിക്കാനൊരു അവസരം കിട്ടിയാൽ നമുക്ക് അത്രയും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വാമിയെ പറഞ്ഞ് പിന്നെ സമ്മതിപ്പിക്കുകയാണ്, നയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വാമി അതൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. അന്നേരം എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു തരാം, ഞാൻ കൂടെയുണ്ട്, എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, നിങ്ങൾ നിങ്ങളുടെ ആശയമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് സ്വാമി പറയുന്നുണ്ട്. അതിനുശേഷം സുസ്മിതയോടൊപ്പം ഈ ഡേവിസും ആൻ്റണിയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സ്വാമി പച്ചക്കൊടി കാട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ പരിപാടികൾ നോക്കാമെന്ന് പറയുമ്പോൾ തികച്ചും ശക്തമായൊരു രാഷ്ട്രീയമറ ഉണ്ടെങ്കിലേ നമുക്കിത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ മറവിൽ സ്വയമായിട്ട് സമ്പാദിക്കാൻ ഒരുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി കളക്ടറുടെ കാര്യമാണ് ഒതുക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണോ എന്നിങ്ങനെ ഡേവിസ് ചോദിക്കുന്നുണ്ട്. അന്നേരം പോകാൻ തയ്യാറായില്ലെങ്കിൽ പുറത്ത് പുറച്ച് കടിക്കുക എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കളക്ടറേറ്റിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചെറിയ ആളെങ്കിലും ഒരു ശക്തമായൊരു ഉദ്യോഗസ്ഥനെയാണ് വേണ്ടത്, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ ഈ ആൻ്റണി ഡേവിസൊക്കെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. മിക്കവാറും ജോൺ എബ്രഹാമിനെ ആയിരിക്കും വീണ്ടും കൂട്ടുപിടിക്കുന്നതൊക്കെ.
ഇതേ സമയം അവിടെ ആ ഒരു ഡോക്ടറാണെങ്കിൽ ശിവന് ഹാർട്ട് സർജറി ചെയ്ത ആ ഒരു ഡോക്ടറാണെങ്കിൽ രമണി നേഴ്സിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. രമണിക്ക് ഇവിടെ കിട്ടുന്ന ശമ്പളം പോരാന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ജോലികളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെ ആരോടും ശമ്പളം കുറവാണെന്നോ വേറൊരു ജോലിക്കും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഞാൻ എന്താണ് പിന്നെ കരുതേണ്ടത്, രമണി അങ്ങനെ പണം സമ്പാദിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ വിഷ്വൽസ് കാണിക്കാമെന്ന് പറഞ്ഞ് ആ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ ഓണാക്കി, അതായത് CCTV ഫുട്ടേജാണ്, ഓണാക്കി കാണിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ രമണി ഡോക്ടറുടെ ക്യാബിൽ നിന്നും ആ ഫയൽ എടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അന്നേരം ഈ ഹോസ്പിറ്റലിന് റെപ്യൂട്ടേഷൻ ഉണ്ട്, ഗുഡ് നെയിം ഉണ്ട്, അത് ഞാനായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, നിങ്ങളെപ്പോലുള്ള സ്റ്റാഫുകൾ അത് നശിപ്പിക്കാനായിട്ട് തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് രമണി ഇനി ഇവിടെ ജോലി ചെയ്യണമെന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല സാർ, എനിക്കൊരു അബദ്ധം പറ്റിയാണ്, ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ, എല്ലാ കള്ളന്മാരും പിടിക്കപ്പെടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും, ഇപ്പോൾ പോലീസ് വരും, ബാക്കി രമണി അവരോട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ ഷൗട്ട് ചെയ്ത് ഡോക്ടർ പറയുമ്പോൾ രമണി ആകെ ക്ഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം രേഷ്മയാണെങ്കിൽ ശാരദാമ്മയുടെ കുടുംബശ്രീ വീട്ടിൽ ഓട്ടോയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ അവിടെ മുടിയൊക്കെ ചീപ്പി കൊണ്ട് നിൽക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ മിറ്റമൊക്കെ തൂക്കുകയാണ്. അന്നേരം ഓട്ടോയിൽ നിന്ന് രേഷ്മ ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാരദാമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ അകത്തുണ്ട്, ആരാന്ന് ചോദിക്കുകയാണ്, ശ്യാമ ചോദിക്കുകയാണ്. അന്നേരം രേഷ്മ ഇങ്ങനെ ഞാനെന്ന് പറയാനായിട്ട് വരുമ്പോൾ ശാരദാമ്മ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. രേഷ്മയല്ലേയും ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. ഞാൻ മോളെ കാത്തു നിൽക്കുകയായിരുന്നു, വന്നേന്നും പറഞ്ഞ് രേഷ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ, ആരാന്ന് പറയുന്നതിന് മുന്നേ അമ്മ പിടിച്ചുകൊണ്ട് പോയില്ലേ, അമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നൊക്കെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം അകത്തേക്ക് രേഷ്മയും കൊണ്ടുപോയിട്ട് ആ റൂമാണെങ്കിൽ കയ്യിലിരുന്ന താക്കോല് വെച്ച് തുറന്നിട്ട് അകത്ത് കയറി കുറ്റിയിടുകയാണ്. എന്നിട്ട് മോളിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയാണെങ്കിൽ അലമാരയിൽ നിന്നും വിഷ്ണുവിൻ്റെ ആ ഒരു ചിതാഭസ്മം ഇങ്ങനെ എടുക്കുന്നുണ്ട്, സഞ്ചിയിൽ നിറച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ശാലിനിയുടെ അടുത്ത് നിന്നും ഇതിനി കൊണ്ടുപോകുന്നു, ഇത് നോക്കി അവൾ സങ്കടപ്പെട്ടിരിക്കത്തേ ഉള്ളൂ, കരഞ്ഞ് നിലവിളിച്ച് ബാക്കിയുള്ളവരെ കൂടി വിഷ്ണുവിൻ്റെ മരണം അറിയിക്കും, പിന്നെ പക്ഷേ അതുകൊണ്ടാണ് ഞാനിതങ്ങ് കൊണ്ടുവന്നത്, വിഷ്ണുവിൻ്റെ വേർപാട് അവൾക്ക് ആർക്കും താങ്ങാനായിട്ട് കഴിയുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഒരു സുഹൃത്തായിട്ട് കൂടി എനിക്കത് കഴിയുന്നില്ല, അപ്പോൾ നിങ്ങളുടെയൊക്കെ കാര്യം പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദ പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം ഒന്നും ഓർമ്മിച്ചില്ല, ഇവിടെ എനിക്ക് വേറെ 2 പെൺമക്കൾ കൂടിയുണ്ട്, അതിൽ ഒരാൾ നിറവേറമായിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അവർക്കൊന്ന് സംശയമുണ്ട്, ഞാനിവിടെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത്, പിടിക്കപ്പെട്ടാൽ അവരോട് ഇതൊക്കെ തുറന്നു പറയേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഇത് നിമഞ്ജനം ചെയ്യുന്നവരെ ഇത് സൂക്ഷിക്കണം, തിരിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് മോളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, വിഷ്ണുവിൻ്റെ കൂടെ വിഷ്ണു ഒരു സഹോദരിയുടെ സ്ഥാനം തന്നെയാണ് അവസാന കാലത്ത് കൂടെ നിന്നപ്പോൾ എനിക്ക് തന്നത്, ഞാനിത് എൻ്റെ വീട്ടിൽ ഭദ്രമായിട്ട് കൊണ്ടുവച്ച് തറയിൽ വെച്ച് ഇങ്ങനെ വിളക്ക് കത്തിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് ശാരദാമ്മ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം രേഷ്മയുടെ കയ്യിൽ ആ ഫയൽ ഇരിക്കുന്നുണ്ട്. അന്നേരം അത് വാങ്ങുമ്പോൾ ആ ഫയൽ അങ്ങോട്ട് താഴെ വീഴുന്നുണ്ട്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ ആ ഫയൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്, അതിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണുന്നുണ്ട്. അന്നേരം ഇതെന്താ വിഷ്ണുവിൻ്റെ ഫോട്ടോയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, വിഷ്ണു മരണം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു ശാരദാമ്മയെ, അതുകൊണ്ട് വിഷ്ണു തൻ്റെ അവയവങ്ങളൊക്കെ കണ്ണ്, ഹൃദയം എന്നൊക്കെ ഇങ്ങനെ ദാനം ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ, അതേയൊന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ഒരാഗ്രഹം, അതൊക്കെ കൊടുത്ത അവയവങ്ങൾ കൊടുത്ത ആളുകളിനെയൊക്കെ ഒന്ന് ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയണമെന്ന്, ഇതിൽ വിഷ്ണുവിൻ്റെ ഹൃദയം കൊടുത്ത ആളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ, ഇതിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പെട്ടെന്ന് മറിച്ച് നോക്കുമ്പോൾ ശിവൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. അന്നേരം ഇതോ ശിവനോ എന്നല്ലേ എന്നും പറഞ്ഞ് ശാരദാമ്മയെ നോക്കുകയാണ്. അന്നേരം ശിവനാണോ ഹൃദയം കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ഹൃദയവുമായിട്ട് ഇവൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞു രേഷ്മ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മ ഓർക്കുന്നുണ്ട്. ഈ കുട്ടികളാണെങ്കിൽ ശിവനെ കാണുമ്പോൾ ഓടി ചെല്ലുന്നതും ശാലിനി പക്ഷേ ദേഷ്യപ്പെടുന്നതും ഒക്കെ ഓർമ്മിക്കുകയാണ്. അന്നേരം വിഷ്ണു മരണത്തിന് പോലും ശാലിനിയെ വിട്ടു കൊടുക്കാനായിട്ട് മുതിർന്നിട്ടില്ല, ആത്മാവ് അവിടെ എത്തിക്കഴിഞ്ഞു, ശിവനിലൂടെ സംരക്ഷിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ രേഷ്മ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഹൃദയം കൊടുത്ത ഇയാൾ ശിവനാണെങ്കിൽ ശാലിനിയുടെ വീട്ടിൽ എത്രയോ മുമ്പേ എത്തിക്കഴിഞ്ഞു, രേഷ്മ അന്വേഷിക്കുന്നതിന് മുന്നേ എത്തിക്കഴിഞ്ഞു, അവനെ വീട്ടിലുണ്ട്, അന്നാണ് ഹൃദയത്തോട് ചേർത്ത് നിദ്യ ബന്ധമാണ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാനിത് ശാലിനി ഏൽപ്പിക്കാനായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു, അന്നേരമാണ് ശാരദാമ്മ വിളിച്ചതെന്ന് പറയുമ്പോൾ, പക്ഷേ ഇത് ഒരിക്കലും ശാലിനി അറിയണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് അറിയിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കും.
ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ട, ശിവനിലൂടെ വിഷ്ണുവിനെ പിന്നെ ആത്മാവ് വീട്ടിലെത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനി അത് പറഞ്ഞ് പിന്നെ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ ബന്ധത്തിൻ്റെ പവിത്രത നമുക്ക് നഷ്ടപ്പെടുത്തണ്ട, പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള പവിത്രമായ ബന്ധം തന്നെയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞവരെയൊക്കെ അവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ ഈ ഫയൽ ശാരദാമ്മ തന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ശാരദാമ്മ വാങ്ങിച്ച് ആ ഫയൽ വാങ്ങിച്ച് വീണ്ടും അൽമാരിയിൽ വെച്ച് പൂട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ശരി മോള് ഇത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചിതാഭസ്മം രേഷ്മ അങ്ങ് വയ്ക്കുന്നുണ്ട്. അന്നേരം ശരി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, ചൂരകൾക്ക് പോലും കാതുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ശ്യാമയും ശാരിയും കൂടി വാതിൽക്കലും പുറത്ത് വരികയാണ്. അന്നേരം വാതിൽ അടച്ചിരിക്കുകയാണല്ലോ, ഇതിപ്പോൾ എന്താ ഇത്ര രഹസ്യമായിട്ട് പറയാനുള്ളതെന്നിങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ, നമ്മളറിയാത്ത എന്തോ രഹസ്യമുണ്ട്, അത് അറിഞ്ഞേ മതിയാകൂ എന്നും പറഞ്ഞ് അവരവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അകത്തുനിന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വാതിൽക്കൽ നിൽക്കുകയാണ്. അന്നേരം അത് കണ്ട് ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് ഒരു നിമിഷം ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നു. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശാലിനിയിൽ നിന്നും ആ ഒരു രഹസ്യം ശാരദാമ്മ അവിടെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രേഷ്മയോട്, പക്ഷേ ഇനി രേഷ്മയെ ശാലിനി അന്വേഷിക്കുമല്ലോ, അപ്പോൾ പിന്നെ രേഷ്മ ഇനി എന്തോ കള്ളം പറയും എന്നുള്ളതാണ്. ഇനി അവിടെ പ്രകാശനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്, അതിന് ശിവൻ കണ്ടെത്തുമോ ഇല്ല എന്നുള്ളത്. ഇവിടെ രാഘവൻ നായരാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചൊക്കെ നിൽക്കുന്ന ആ ഒരു സീനുണ്ട്. വീട്ടിനകത്ത് കയറാതെ, വെള്ളം പോലും കുടിക്കാതെ, ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബാക്കി വരാനും ഉണ്ട്. പിന്നെ ഇതിൽ നിന്നും കഥയിൽ നിന്നൊക്കെ തിരിഞ്ഞു പോയൊരു സംഭവം ഉണ്ട്. നസീറിൻ്റെ ഒരു കൊലപാതകം, സുബൈർ അബൂബക്കർ അല്ലേ, നസീറിൻ്റെ ഒരു വാപ്പ വിഷ്ണുവിനെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് പിന്നീട് മരണം, ആ ഒരു കേസൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. ഗോപാലകൃഷ്ണൻ എവിടെ പോയി എന്നുള്ളത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ സുസ്മിത വീണ്ടും രംഗത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശിവനായിരിക്കും മിക്കവാറും ശാലിനിയെ രക്ഷിക്കുന്നതൊക്കെ. ശിവൻ വരില്ല എന്നാണ് പറഞ്ഞു നിൽക്കുന്നതെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിരിച്ചു വരവുണ്ടായിരിക്കും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.